റാഗി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തൊന്നും ഇത് അധികം നമ്മൾ ഉപയോഗിക്കാറില്ല. എന്നാൽ ഇന്ന് പല ജീവിതശൈലി രോഗങ്ങളും നമ്മളെ ഇങ്ങനെ അലട്ടുന്ന ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഇന്ന് മില്ലറ്റ്സൊക്കെ ഭക്ഷണത്തിൽ ഒരുപാട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ റാഗീൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവരും ദിവസം ഒരു നേരം അല്ലെങ്കിൽ ഒരു 2 നേരമെങ്കിലും മില്ലറ്റ്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആൾക്കാർക്ക് വരെ വളരെയധികം ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ ഈ റാഗി വളരെ പെട്ടെന്ന് തന്നെ ദഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 6 മാസം മുതലുള്ള കുട്ടികൾക്ക് കുറുക്കിൻ്റെ രൂപത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ റാഗി വെച്ചിട്ടുള്ള നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലീൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് റാഗി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് മുഴുവനായിട്ടുള്ള റാഗി എടുക്കുന്നത്. റാഗീൻ്റെ പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഇഡ്ഡലീൻ്റെ റൈസാണ്. പച്ചരി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1/2 കപ്പ് മുഴുവനായിട്ട് എടുക്കുന്നില്ല, അതിനേക്കാളും കുറച്ചൊരു കുറഞ്ഞ അളവിൽ എടുക്കുക. അതുപോലെ തന്നെ 1/4 കപ്പ് മുഴുവനായിട്ടുള്ള ഉഴുന്നും എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ അരക്കുമ്പോൾ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ റാഗിയൊക്കെ ഒരുപാട് പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം നല്ലോണം ഒന്ന് തിരുമ്മി കഴുകുക. അതുപോലെ റാഗീൻ്റെ പൊടിയാന്ന് എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അരിയും അതുപോലെ ഉഴുന്നൊക്കെ അരക്കുന്ന സമയത്ത് ആ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു 3-4 പ്രാവശ്യം വെള്ളമൊക്കെ നല്ലോണം തെളിയുന്നവരെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. റാഗി ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് എടുത്തത് കൊണ്ട് ആ ഒരു തവിട് അതിൻ്റെ നമ്മൾ അരക്കുന്ന സമയത്ത് ഉണ്ടാകും. ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു തവിട് നമുക്ക് കിട്ടും. അപ്പോൾ അത് വളരെ ഹെൽത്തിന് നല്ലതാണ്, തവിട് കളയാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ നല്ലോണം തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം ഒരുമിച്ച് കുതിർക്കുന്നതിന് പകരം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കുതിർത്ത് വെക്കാം. അരിയും റാഗിയും നിങ്ങൾ ഒരുമിച്ച് കുതിർക്കുക. അതുപോലെ ഉഴുന്ന് സെപ്പറേറ്റ് ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി, നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് കുതിർത്തുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ ഇനി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി അതിലേക്ക് ഒരു കൈപ്പിടി ചോറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ റാഗിയും അരിയും ഒക്കെ കുതിർത്ത് വെച്ച സെയിം വെള്ളം വെച്ചിട്ട് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുന്നത്. അരച്ചെടുത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ആ റാഗീൻ്റെ ആ ഒരു തൊലി ഇതിൻ്റെ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരക്കുന്ന പോലുള്ള ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്കിതിന് വേണ്ടുന്നത്. ഒരുപാട് അങ്ങ് ടൈറ്റും ആവരുത്, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസും ആവരുത്. അപ്പോൾ ഇത് ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ടാണ് ഞാൻ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചപ്പാത്തി കോല് കൊണ്ട് ഈ കൂട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ മാവ് നല്ലോണം പുളിച്ച് പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റായി കിട്ടും. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകാണ്ട് നോക്കണം. നമ്മൾ സാധാരണ ഇഡ്ഡലി ബാറ്റർ പോലെ തന്നെയാണ് വേണ്ടത്. ഒരുപാട് വണ്ണമൊക്കെ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇതുപോലെ റാഗി കഴിച്ചാൽ മതി. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കുറച്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് നല്ലോണം ഫുള്ളായിട്ട് തോന്നും. പിന്നെ അധികം ഭക്ഷണം കഴിക്കാനൊന്നും തോന്നില്ല. അപ്പോൾ നമ്മളിത് അരച്ച് വെച്ചത് ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8 മുതൽ 9 മണിക്കൂർ വരെ ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചൂടായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6-7 മണിക്കൂറാകുമ്പോൾ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നല്ല പൊങ്ങി വന്നിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് പുളിയില്ലാന്താനും. അപ്പോൾ ഇനി ഉപ്പ് ചേർക്കണം. നമ്മൾ തലേന്ന് അരച്ച് വെക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ തലേന്ന് ഉപ്പ് ചേർത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് പുളിച്ച് പൊങ്ങുന്ന സമയത്ത് വല്ലാത്തൊരു പുളിപ്പ് ടേസ്റ്റ് ഒരു മണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹീമോഗ്ലോബിൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് ആ ഒരു കൗണ്ട് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയാറുണ്ട്. ഒരുപാട് ഇരുമ്പിൻ്റെ ഒരു കണ്ടൻറ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല തന്നെയാണ്. അപ്പോൾ എല്ലാവരും ദിവസം ഒരു നേരമെങ്കിലും പറ്റിയില്ലെങ്കിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ മില്ലറ്റ്സ്, ഒരുപാട് ടൈപ്പിൽ മില്ലറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10-20 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ മാവ് വീണ്ടും നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ആ ഒരു സമയം നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കറി റെഡിയാക്കി വെക്കാം.
അപ്പോൾ ഞാൻ ഇതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് ആ ഒരു പാത്രം നമ്മൾ ചൂടാക്കിയിട്ട് നല്ലോണം ചൂട് വന്നതിന് ശേഷം മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ അടിയിൽ പറ്റാണ്ട് നമുക്ക് ഇഡ്ഡലി റെഡി ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വെന്തതിന് ശേഷം മാത്രമേ അതിൻ്റെ മേലുള്ള തട്ട് വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മേലുള്ള തട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ള ആവി വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇതിലടിയിൽ കുഴി വീഴാനും അതുപോലെ പശവശപ്പ് വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് റെഡിയായി കിട്ടിയതിന് ശേഷം മാത്രമാണ് മേലത്തെ തട്ട് വെച്ച് കൊടുക്കുന്നത്. അതും എണ്ണ പുരട്ടിയിട്ട് ഒരു ആവി കയറിയിട്ട്, അതായത് ഈ ഒരു തട്ട് ചൂടായതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നാലേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ ഇഡ്ഡലി നമ്മൾ അരി ഉഴുന്നും ചേർത്ത് അരക്കുന്നത് പോലെയല്ല, റാഗിക്ക് കുറച്ച് വേവ് അധികം ഉള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി റെഡിയാകും. എന്നാൽ റാഗി ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ, റാഗി ഇഡ്ഡലി എന്ന് മാത്രമല്ല ഏത് റാഗി വെച്ചിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുമ്പോൾ കുക്കിംഗ് ടൈം കുറച്ച് അധികം എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ ആവി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, പറ്റലുണ്ടോ വെന്തിട്ടില്ലെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റും കൂടി അധികം വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് വിടിയിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇതാ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശക്കും ഒക്കെ കഴിക്കുന്ന ഏത് കറിയും നമുക്ക് ഇതിന് മാച്ചാകും. അപ്പോൾ ചട്നി ആയാലും സാമ്പാറായി കഴിഞ്ഞാലും തക്കാളിക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാച്ച് ചെയ്യും. അതുപോലെ നമുക്ക് മീൻകറിയൊക്കെ ഇതിന് നല്ല പെർഫെക്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻകറിയും കൂട്ടിയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഇഡ്ഡലി കഴിക്കുമ്പോൾ സാധാരണ ഇഡ്ഡലി കഴിക്കുന്ന പോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാഗീൻ്റെ ആ ഒരു മുഴുവൻ റാഗി എടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു തവിട് ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ റാഗിപ്പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഗുണം കിട്ടുന്നത് ഇതിന് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ റാഗി മുളപ്പിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇതിനേക്കാളും നല്ലതാണെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ റാഗി വെച്ചിട്ട് ഇഡ്ഡലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പി തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിൽ കുറുക്ക് രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇഡ്ഡലി മാത്രമല്ല, നമുക്ക് ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ പറ്റും, അട ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല റെസിപ്പികളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ പല വിധത്തിലുള്ള ഡെസേർട്ടുകളും സ്മൂത്തികളും ഒക്കെ നമുക്ക് ഈ റാഗി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റാഗി അതുപോലെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ദഹനത്തിനും അതുപോലെ മുലപ്പാൽ കൂട്ടാനും സ്ട്രെസ്സ് കുറക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചർമ്മത്തിലുള്ള ചുളിവുകൾ ഒക്കെ അകറ്റിയിട്ട് യൗവനം നിലനിർത്താൻ, അതായത് സൗന്ദര്യം നിലനിർത്താനും ഒക്കെ റാഗി കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങളേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള മില്ലറ്റ്സുകൾ നമ്മളെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് ചാമ അരി, അതുപോലെ ഫോക്സ്റ്റൈൽ മില്ലറ്റ്, തിന, അങ്ങനെ പല വിധത്തിലുള്ള മില്ലറ്റ്സുകൾ നമുക്കിന്ന് ലഭ്യമാണ്. അതുപോലെ കിൻവ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കുറച്ച് വിലയുള്ളതാണ്, എന്നാലും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു സൂപ്പർ ഫുഡൊക്കെ ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രോഗങ്ങൾ തന്നെ മാറി നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.